വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നു. ബി.ജെ.പിയിലും പീഡന പരാതി. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി നൽകിയത് പാലക്കാട് സ്വദേശിനിയാണ്. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനാണ് ഇവർ പരാതി നൽകിയത്. കെ.ജി. കമലേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. കമലേഷ്, ആ ബോംബ് പൊട്ടിയോ? പി.ജി. ഇതാണോ ബോംബ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാവ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, കോർ കമ്മിറ്റി അംഗം സി കൃഷ്ണകുമാറിനെതിരെ ഒരു യുവതിയുടെ ഒരു പീഡന പരാതിയാണ്. കൃഷ്ണകുമാറുമായി ബന്ധമുള്ള ഒരു യുവതിയാണെന്നുള്ള വിവരങ്ങൾ ബി.ജെ.പി കേന്ദ്രങ്ങളിൽ തന്നെ വരുന്നുണ്ട്. എന്തായാലും ഈ പരാതി കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ഓഫീസ് ഈ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട്, പരാതി കിട്ടിയ കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു അക്നോളജ്മെന്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങൾ ഈ പരാതിയിലുണ്ട്. സെക്ഷൽ അസോൾട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ പറയുന്നുണ്ട്. നമ്മൾ കൃഷ്ണകുമാറുമായി സംസാരിച്ചിരുന്നു. കൃഷ്ണകുമാർ പറഞ്ഞത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടായിരുന്നു, തന്നെ തകർക്കാനുള്ള ശ്രമമാണ് ഇതിന് പിന്നിൽ. ഈ വിഷയത്തിൽ വിശദമായി ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും, ഒരു കാര്യവുമില്ല, കെട്ടിച്ചമച്ച പരാതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനോ സംസ്ഥാന നേതൃത്വമോ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല. ഒരു പരാതി കിട്ടുമ്പോൾ സ്വീകരിക്കുന്ന ഒരു സ്വാഭാവികമായ നടപടിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതെന്നാണ് സംസ്ഥാന. കമലേഷ്, ഒന്ന് രണ്ട് സംശയങ്ങൾ. ഈ പരാതി ആദ്യമായിട്ട് ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റിനാണോ കൊടുക്കുന്നത്? മറ്റേതെങ്കിലും തലത്തിൽ ഈ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് ഈ പരാതിക്ക് അടിസ്ഥാനമായി ഇതിൽ പറയുന്ന കാര്യങ്ങൾ? അതിന്റെ വിശദാംശങ്ങൾ അറിയാമോ? പി.ജി. ഇക്കാര്യത്തിൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ തനിക്കെതിരെ കൃഷ്ണകുമാർ ഈ സെക്ഷലി അസോൾട്ട്, പീഡനം നടത്തി എന്നുള്ളതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട പരാതി. നേരത്തെ പല മുതിർന്ന നേതാക്കൾക്കും ഈ വിഷയം അറിയിച്ചിരുന്നു. പല നേതാക്കളുടെയും പേര്, RSS നേതാക്കൾ ഉൾപ്പെടെയുള്ള പേര് ഇക്കാര്യത്തിൽ പറയുന്നുണ്ട്. ഈ ഗോപാലൻകുട്ടി മാസ്റ്റർ, വി മുരളീധരൻ, MT രമേശ്, സുഭാഷ്, സംഘടനാ സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ സൂചിപ്പിച്ച ഇതാണോ? RSS നേതാവിന്റെ മുമ്പിൽ RSS കാര്യാലയത്തിൽ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ പരാതി പോയിരുന്നു, പാൽ സൊസൈറ്റിയുടെ പിന്നിൽ നടക്കുന്ന എന്താണെന്ന് അറിയാവുന്നൊക്കെ സൂചന നൽകിയത് ഇതേ വിവരം തന്നെയാണോ? അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവർ തമ്മിൽ ഈ VD സതീശന് ഈ ബോംബ് പൊട്ടുമെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പി.ജി. കൃഷ്ണകുമാറും സന്ദീപ് വാര്യരും തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊട്ടിക്ക് എന്ന് പരസ്പരം പറഞ്ഞിരുന്നു. ഈ പരാതിയിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് ഇന്നോ ഇന്നലെയോ നടന്നതല്ല. ഈ പരാതി വായിച്ചു നോക്കുമ്പോൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രീതിയിൽ മോശം പെരുമാറ്റം ഉണ്ടായി. RSSന്റെ നേതാക്കൾ എളമക്കരയിലെ RSS ഓഫീസിലെത്തി ഗോപാലൻകുട്ടി മാസ്റ്റർക്ക് പരാതി കൊടുത്തു. മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, MT രമേശ്, അന്ന് സംഘടനാ ചുമതലയുള്ള RSS പ്രതിനിധി സുഭാഷ്, ഇവർക്കൊക്കെ പരാതി കൊടുത്തിട്ടും നീതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. കൃഷ്ണകുമാറിനെതിരെ ഒരു ആക്ഷനും എടുക്കാതെ പരാതി നേതൃത്വം അവഗണിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴും പുതിയ രീതിയിൽ കൃഷ്ണകുമാറിന് സ്ഥാനമാനങ്ങൾ നൽകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റിന് പുതിയ പരാതി കൊടുക്കുകയാണ്. ഇതിൽ നീതി ഉറപ്പാക്കണം. പാർട്ടിയിൽ പുതിയ സ്റ്റേറ്റ് പ്രസിഡന്റിന് പരാതി കൊടുത്തിരിക്കുന്നത് സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമൊക്കെ വന്നതിന് ശേഷമാണോ അതിനു മുമ്പാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ശേഷമാണ് ഈ പരാതി കൊടുത്തത്. മാത്രമല്ല, ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ രീതിയിൽ ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്ന കൃഷ്ണകുമാർ കൂടി ഉണ്ട്. ഈ പ്രതിഷേധങ്ങളൊക്കെ, അങ്ങനെയുള്ള ആൾക്ക് ഇതിന് എന്താണ് അവകാശം, മോറലി ഒരു റൈറ്റും ഇല്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. അതായത് ഇന്നലെയാണ് ഈ പരാതി കൊടുത്തിട്ടുള്ളത്. അതായത് ഈ അക്നോളജ്മെന്റ് അങ്ങനെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ അതിന്റെ പ്രതിഷേധ നിലയിൽ പാലക്കാട് കൃഷ്ണകുമാറുമുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഈ രീതിയിൽ തനിക്കെതിരെ മോശമായി പെരുമാറിയ ആൾ എങ്ങനെയാണ് ഈ ഒരു ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ഇരയാക്കുന്നത്? അതായത് ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾക്കും RSSന്റെ നേതാക്കൾക്കും ഈ വിഷയം അറിയാം. ഞാൻ നേരത്തെ പരാതി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവരൊരു ആക്ഷനും എടുത്തില്ല എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ പരാതി. ഇനി ഈ യുവതി നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയുള്ള ചില സംശയങ്ങൾ കേൾക്കുന്നുണ്ട്. മാത്രമല്ല, പോലീസിന് പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസിന് പരാതി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും കേസ് വരാൻ സാധ്യതയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ശബ്ദരേഖ മാത്രമേ വന്നിട്ടുള്ളൂ, ഒരു ഇരയും നേരിട്ട് വന്നിട്ടില്ല. പക്ഷേ ഈ പരാതിയുടെ സ്വഭാവമൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ആ യുവതി വരാൻ. കമലേഷ്, ഈ പരാതിയിൽ പറയുന്ന ഒരു കാര്യം, ഐ പേഴ്സണലി അപ്രോച്ച്ഡ് ഗോപാലൻകുട്ടി മാസ്റ്റർ, ദ RSS സ്റ്റേറ്റ് ഓഫീസ് എളമക്കര, ആൻഡ് ഓൾസോ സബ്മിറ്റഡ് മൈ ഗ്രീവൻസ് ടു വി മുരളീധരൻ, ശ്രീ MT രമേശ് ആൻഡ് ശ്രീ സുഭാഷ്, then organizing general secretary. All them assured me that justice would be delivered and strict action would be taken against Sri Krishnakumar. Unfortunately, no action was earlier initiated and my complaint was ignored, leaving me humiliated and abandoned. അപ്പോൾ ഇത്രയും നേതാക്കൾക്ക് മുമ്പിൽ പരാതി പറഞ്ഞിരുന്നു എന്ന് ഇതിൽ പറയുന്നുണ്ട്.